ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഷേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അവക്കാഡോ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അവക്കാഡോയുടെ ഒരുപാട് ഗുണങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ രക്തസമ്മർദ്ദം അഥവാ BP കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവക്കാഡോ ജ്യൂസ് അവക്കാഡോ ഷേക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് വെറുതെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ. അവക്കാഡോയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ തന്നെ ഫൈബർ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ടും അതുവഴി തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ വയറിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. ഫൈബർ അടങ്ങിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ നല്ല കൊളസ്ട്രോൾ കൂട്ടാനും സഹായിക്കുന്നൊരു ഫ്രൂട്ടാണിത്. സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് കൊളാജിൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അതേപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡും ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്കിന്നിന് വളരെ നല്ല ഗുണങ്ങൾ അതുവഴി നമുക്ക് കിട്ടുന്നുണ്ട്. അമിതവണ്ണമുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ അവക്കാഡോ എന്ന് പറയുന്നത്. അസുഖമൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഹെൽത്ത് നന്നായിട്ട് ബെറ്റർ ആവാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് പ്രമേഹമുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അമിതമായിട്ട് മധുരമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ഫ്രൂട്ടാണ്. പക്ഷേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്ക് കൂടിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഫ്രൂട്ട് എടുത്തുകൊണ്ട് ഈ ഒരു കളറായി കഴിഞ്ഞാൽ നല്ല പാകമായിട്ടുള്ള ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചയായിട്ടുള്ളത് മൂത്തത് പറിച്ചു വെച്ച് കഴിഞ്ഞാലും 3-4 ദിവസം കഴിയുമ്പോൾ ഇതേ കളറാവും. ഇതിപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രൂട്ട് സ്റ്റോളുകളിലൊക്കെ ഇതിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒത്തിരി നല്ലൊരു ഗുണങ്ങളുള്ളതായതുകൊണ്ട് തന്നെ നമുക്കിത് വാങ്ങി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിങ്ങനെ രണ്ടായിട്ട് സൂക്ഷിച്ച് മുറിക്കുക. അപ്പോൾ സീഡ് കട്ടാവാത്ത വിധത്തിൽ മുറിച്ചതിന് ശേഷം സീഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാകി മുളപ്പിക്കാനും പറ്റും. ഇപ്പോൾ കട്ട് ചെയ്ത അവക്കാഡോ മുളപ്പിച്ചതാണ്. അതിൻ്റെ സീഡ് മുളപ്പിച്ചിട്ട് ഇത്രയും വലിപ്പമായി. ഇനിയിപ്പോൾ നമുക്ക് മാറ്റി നടാനായിട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാലും അതിൻ്റെ സീഡ് മുറിയാതെ കട്ട് ചെയ്താൽ നമുക്കിതുപോലെ നട്ട് പിടിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് പല പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ തൊലി നമുക്ക് നീക്കം ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മധുരം ചേർക്കാം. പിന്നെ നമ്മൾ കുറച്ച് പാൽ ചേർത്തിട്ട് അടിച്ചെടുത്തു. അതിന് ശേഷമാണ് ബാക്കി നമ്മൾ ആവശ്യത്തിനുള്ള പാൽ കൂടി ചേർക്കുന്നത്. അപ്പോൾ തണുത്ത പാലൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്നിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവക്കാഡോ മിൽക്ക് ഷേക്ക് റെഡിയാവും. ലൂസായിട്ടുള്ള ഷേക്കാണ് വേണ്ടതെങ്കിൽ നമുക്കൊരല്പം കൂടി പാൽ ചേർത്താൽ മതിയാവും. ദിവസവും കഴിക്കാവുന്ന അവക്കാഡോയുടെ അളവെന്ന് പറയുന്നത് ഒരു അവക്കാഡോ ആണ് കേട്ടോ. ശരിക്കും ഞങ്ങളിവിടെ ഉണ്ടാക്കിയപ്പോൾ ഒരല്പം തിക്കായിപ്പോയി. നമുക്ക് ഒരു പാർട്ട് കൊണ്ട് തന്നെ ഒരു അവക്കാഡോയുടെ പകുതി കൊണ്ട് തന്നെ നമുക്ക് 2 പേർക്കുള്ള ഷേക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കെപ്പോഴും ഈ ഫ്രൂട്ട് ലഭ്യമാകണമെന്നില്ല. എന്നാൽ ലഭ്യമാകുന്ന സമയത്ത് നമ്മൾ വാങ്ങി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നെല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെയും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.